തുടങ്ങുന്നേ. അഷ്റഫുൽ ഖൽഖായ മുത്ത് റസൂലിന്റെ ആലിൻ പേരമകനായി വന്ന റളിയല്ലാഹ് നബിയുടെ 13ാം പേരമകനായി സഞ്ചറിൻ ഗ്രാമത്തിൽ ഖാജ പിറക്കുന്നു. അഹ്ലു ബൈത്തിലെ ഹുസൈനി താഴ്വരയിൽ മുത്ത് റസൂലിന്റെ ആലിൽ ജനിച്ചോവർ. 102ാം ആണ്ടിൽ അജ്മീർ ഷരീഫിൽ റജബിൽ 6 വഫാത്തായി മറഞ്ഞോവർ. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. സയ്യിദ് ഗിയാസുദ്ദീൻ തങ്ങളുടെ മകനായി ഹിജ്റ 536 ജനിച്ചോവർ. 15 വയസ്സതിൽ ഉപ്പയും വഫാത്തായി പിരിഞ്ഞു പോയി ഉമ്മ സയ്യിദത്ത് മാഹിന്നൂർ ബി. ഉപ്പയിൽ നിന്ന് ലഭിച്ച ഈന്തത്തോട്ടം നോക്കിക്കഴിഞ്ഞിടും കാലം ഖാജ തങ്ങൾ കാണുന്നു ഇബ്രാഹിം ഹന്ദൂസി തങ്ങളെ. കായ്ക്കനികൾ നൽകി അവരെ സ്വീകരിച്ചു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. വലിയുള്ള ഇബ്രാഹിം ഹന്ദൂസി തങ്ങൾ തൻ പാണ്ഡത്തിൽ നിന്ന് എടുത്തു റൊട്ടി കഷ്ണം വായിൽ ചവച്ചിട്ടു ഖാജാക്കു നൽകുന്നു. സന്തോഷത്താലെ ആദങ്ങു കഴിച്ചോവർ. ഖാജ ആദങ്ങു കഴിച്ചതിൽ പിന്നീട് ആത്മീയ മാറ്റങ്ങൾ വന്നു നിറയുന്നു. കരകവിഞ്ഞൊഴുകുന്ന ഭക്തിയിൽ ലയിക്കുന്നു. പരിത്യാഗ മനോഭാവം അകതാരിയിലേറുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. അഗതികൾക്കായി തൻ ഈന്തപ്പഴത്തോട്ടം വഖഫായി നൽകി റബ്ബിൻ പ്രീതി നേടുന്നു. ജനിച്ച നാടും വീടും സ്വത്തുകളെല്ലാതും വെടിഞ്ഞു വിലായത്തിൻ ദറജകൾ നേടുന്നു. ലോകൈകനാഥന്റെ കുതിരത്തിൽ നിന്നുള്ള ശ്രേഷ്ഠമാമറിവും ഖാജാക്ക് ലഭിക്കുന്നു. അറിവിൻ പ്രകാരം ഹാറൂൺ നാട്ടിൽ പോകുന്നു. അവിടുന്ന് ശൈഖൽ മശായിഖെ കാണുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. മശായിഖിൻ സരണിയിൽ കുതുബും ശൈഖുമായ ശൈഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ റളിയല്ലാഹ്. ശൈഖൽ മശായിഖിൻ തർബിയത്തിലായി 20 ആണ്ടോളം അവിടെ കഴിയുന്നു. തസ്കിയത്ത്
ശൈഖുൽ മശായിഖിൻ പ്രീതിയും കിട്ടുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. ശൈഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ പറഞ്ഞെന്നു, താങ്കളിന്നു റബ്ബിൻ പ്രീതി കൈവരിച്ചു. മഹനീയ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു സയ്യിദ് ഖ്വാജ മുഈനുദ്ദീൻ റളിയല്ലാഹ്. മഖഅദു സിദ്ഖ് എന്ന സ്ഥാനം ലഭിച്ചവർ ഗരീബ് നവാസോളം ദറജ ഉയരുന്നേ. അതാഉല്ലാഹി വ അതാഉർ റസൂലോളം സുൽത്താൻ മുഈനുദ്ദീൻ ചിശ്തിയോരെത്തുന്നേ. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. ഖാജ തങ്ങളോട് ആകാശത്തു നോക്കാൻ ശൈഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ പറയുന്നു. അർശും കുർസും മറ്റുള്ള രഹസ്യങ്ങൾ മറയൊന്നും കൂടാതെ കൺകൊണ്ട് കണ്ടോവർ ശൈഖിൻ നിർദ്ദേശത്താൽ ഇബാദത്തിൽ മുഴുകുന്നു. ഇബാദത്തു പൂർത്തീകരിച്ചിട്ടു ചെല്ലുന്നു. ശൈഖ് മൊഴിയുന്നു കൺപൂട്ടിയിരിക്കാനായി. നിർദ്ദേശം കേട്ട് ഖ്വാജ തങ്ങളിരിക്കുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. കൺപോള തുറക്കുവാൻ ശൈഖ് പറയുന്നു. എന്തെല്ലാമാണ് കണ്ടതെന്ന് മൊഴിയുന്നു. 18 ലോകങ്ങൾ താൻ കണ്ടു എന്നതും ഉസ്മാൻ തങ്ങളോട് വേദാംബർ ചൊന്നോവർ. ശൈഖുൽ മശായിഖ് അപ്പോൾ മൊഴിയുന്നു. ഖാജ തങ്ങളെല്ലാം പൂർത്തീകരിച്ചെന്നും സന്തോഷത്താലെ ഉസ്മാൻ ഹാറൂൺ തങ്ങളും പുഞ്ചിരി തൂകി അനുഗ്രഹിച്ചിടുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. ത്വരീഖത്തിൻ ബഹറാണ് ശരീഅത്തിൻ വഴിയാലേ. ഇഷ്കിൻ നബിയോരിൽ എന്നും ലയിച്ചോവർ. ഇൽമുൽ യഖീനിലും ഐനിൽ യഖീനിലും ഹഖുൽ യഖീനിലും ഖാജ ഉയർന്നോവർ. ശൈഖ് ഉസ്മാൻ എന്നോവർ മുഈനുദ്ദീൻ തങ്ങൾക്കും യാത്ര അയക്കുമ്പോൾ തബറൂക്ക് നൽകുന്നു. കയ്യിൽ ഒരു കല്ല് എടുത്തു കൊടുക്കുന്നു. അത്ഭുതമായത് സ്വർണമായി മാറുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. ശൈഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ പറയുന്നു. ഇതുമായി പോകണം ഖാജ മുഈനുദ്ദീൻ. നിന്റെ അടുക്കലെ മിസ്കീനും അഗതിക്കും ഇത് കൊണ്ട് നിങ്ങൾ ചിലവാക്കിക്കൊള്ളേണം. അജ്മീറിൽ വന്ന് വഫാത്താകും നാളോളം അനവധി
ഹാദി ഫക്കീർ മുരീദന്മാർക്കും ആ അക്ഷയനിധിയിൽ നിന്നാണ് ചിലവെല്ലാം. എത്രയോ കാലങ്ങൾ ഹാജ കൊടുത്തോവർ. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഹാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. നബിയുള്ള അബുൽ അബ്ബാസ് ഖിദ്ർ എന്നോരെ അന്ന് കാണുന്നു മുഈനുദ്ദീൻ ചിശ്തി നാട്ടിൽ വെച്ച്. നബിയുള്ള ഖിദ്ർ എന്നോർ നൽകുന്നു ത്വരീഖത്തും ചിശ്തി ദേശത്തിന്റെ പേരിൽ നൽകിയിടുന്നു. മുത്തിലും മുത്തായ മുത്ത് റസൂലിന്റെ റൗള ഷരീഫൊന്ന് കാണാൻ കൊതിയായി. മദീനയിൽ എത്താനും സിയാറത്തായി കൂടാനും ഖാജ മുഈനുദ്ദീൻ സഫറിനൊരുങ്ങുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. മുഈനുദ്ദീൻ തൻ കൂടെ 40 മുരീദുകൾ മദീനയിലേക്കുള്ള സിയാറത്തിൽ ചേരുന്നു. ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി റളിയല്ലാഹ് അവർ കൂടെ അന്ന് മദീനയിൽ പോകുന്നു. മക്കയിൽ എത്തുന്നു ഖാജ മുഈനുദ്ദീൻ മർഹബ ചൊല്ലി കഅബം സ്വീകരിച്ചു. ബൈത്തുള്ള കണ്ട് സായുജ്യമണയുന്നു. കഅബത്തിൻ ചാരത്ത് മുഈനുദ്ദീൻ കൂടുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. കഅബം ത്വവാഫും മുരീദുമാരൊന്നിച്ച് സഫാ മർവയും കണ്ട് അകതാര് നിറയുന്നു. സംസമിൻ പുണ്യവും ഏറെ നുകരുന്നു. ദുആയും കഴിഞ്ഞ് മദീനയിൽ പോകുന്നു. മദീനയിലെത്തി മുഈനുദ്ദീൻ സംഘവും നബിയോരിൽ സലാം ചൊല്ലി സിയാറത്തിൽ കൂടുന്നു. റൗള ഷരീഫിന്റെ ചാരത്തിരിക്കുമ്പോൾ നബിയോരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. മുത്ത് റസൂലുള്ളാഹ് മുഈനുദ്ദീൻ തങ്ങൾക്ക് സുൽത്താനുൽ ഹിന്ദ് എന്ന വിലായത്തും നൽകുന്നു. ഇന്ത്യയിൽ പോകാനും അജ്മീറിൽ എത്താനും ഇശാറത്തും നൽകി അയക്കുന്നു നബിയുള്ളാഹ്. റുമ്മാനിൻ പഴവും റസൂലും നൽകിയിടുന്നു. പോകുന്നു ബഗ്ദാദിൽ മുഹീദ്ദീൻ ചാരത്ത്. കഴിയുന്നു 40 നാളും ആ സവിധത്തിൽ. മുഹീദ്ദീൻ ശൈഖിനെ കാണുന്നു അവിടുന്ന്. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീന. കുതുബുൽ അക്താബ് ഔസുൽ ആലം തങ്ങളും നൽകുന്നു ബർക്കത്തിൻ തസ്ബീഹ് മാലയും. 33
ബഗ്ദാദിൽ നിന്ന് കൊടുക്കുന്നു. മുരീദരും ഒന്നിച്ച് ഖാജ റളിയല്ലാഹ് ലാഹോറും ഡൽഹി വഴി അജ്മീറിൽ എത്തുന്നു. ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയോരെ അന്ന് ഡൽഹിയിൽ പ്രതിനിധി ആയി നിയോഗിച്ചു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. ഭക്തിയാർ കാക്കിയോർ ദീനിൻ പ്രബോധനം നൽകി ജനങ്ങളെ സംസ്കരിച്ചു പോന്നു. താരാഗർ ഹസ്രത്ത് മീരാൻ വലിയെന്നോരെ ചെന്ന് സിയാറത്തും ചെയ്തു വഴി പോലെ. മുരീദുമാരൊന്നിച്ച് ഖാജ മുഈനുദ്ദീൻ സാഗറിൻ തീരത്ത് ഇബാദത്തിൽ കഴിയുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സത്യപാദജന സമക്ഷം സമർപ്പിച്ച് റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. അജ്മീറിൽ വാഴുന്ന പൃഥ്വിരാജൻ അന്ന് ദീനിന്റെ ശത്രുവായി മുന്നിട്ടിറങ്ങുന്നു. അനീതിയും അക്രമങ്ങളും നടത്താനായി സാഗറിൽ നിന്നുള്ള വെള്ളം വിലക്കുന്നു. വിവരം അറിഞ്ഞ മുഈനുദ്ദീൻ മൊഴിയുന്നു. എടുക്കുവാനൊരു കോപ്പ സാഗറിൻ വെള്ളവും. വെള്ളമെടുത്തപ്പോൾ സാഗറും വറ്റിപ്പോയി. കിണറും കുളങ്ങളും വറ്റി വരണ്ടെന്ന്. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. വെള്ളമില്ലാത്ത അവസ്ഥ കണ്ടിടുന്നു പൃഥ്വിയും സൈന്യവും ഞെട്ടിത്തരിക്കുന്നു. വെള്ളം മുടക്കിയോർ ഏറ്റവും ഭയത്താലേ മാപ്പിനായി കേഴുന്നു മുഈനുദ്ദീൻ ചാരത്ത്. കപ്പിലെ വെള്ളം തിരികെ ഒഴിക്കാനായി അരുളുന്നു സ്നേഹത്തിൻ കടലായ റളിയല്ലാഹ്. ശത്രുപക്ഷത്തിന് ദൃഷ്ടാന്തം കാണിച്ച് ഖാജ മുഈനുദ്ദീൻ കീർത്തി പരക്കുന്നേ. ഖാജ തൻ ശിഷ്യൻ സാഗറിൽ ചെന്നിടുന്നു. വെള്ളം തിരികെ ഒഴിച്ച് മടങ്ങുന്നേ. അത്ഭുതമായി സാഗറും നിറയുന്നേ. ചാരത്തെ എല്ലാ കിണറും നിറയുന്നേ. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ.
خذنا بأيدينا അജയ്പാലിൻ മാന്ത്രിക സർപ്പങ്ങളെയെല്ലാം ഭയമേതും കൂടാതെ പരിച്ചെറിഞ്ഞിട്ടോവർ അത്ഭുതമായ കറാമത്തുകൾ കൊണ്ട് എല്ലാവിധ ശർറും ഖാജ അമർത്തോവർ. സഅദ് എന്നൊരു ശിഷ്യൻ മുഈനുദ്ദീൻ തങ്ങൾക്ക് താമസിക്കാനായി തൻ ഭവനം നൽകിയിടുന്നു. മുഈനുദ്ദീൻ തങ്ങളും ശിഷ്യന്മാരൊന്നിച്ച് പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബിഐദീന. ഇസ്ലാമിൻ പൊൻപ്രഭ പരത്തി മുഈനുദ്ദീൻ ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടിയിടുന്നു. ഖാജ മുഈനുദ്ദീൻ ശിഷ്യത്വം നേടാനായി അജ്മീർ ലക്ഷ്യം വെച്ചെത്തുന്നോർ കൂടുന്നു. സയ്യിദ് സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹ് കത്തും അയക്കുന്നു പൃഥ്വിരാജാവിന്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുള്ള കത്തിനെ പൃഥ്വിരാജൻ അന്ന് തിരസ്കരിച്ചിടുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബിഐദീന. സത്യമതത്തിന്റെ പൊൻപ്രഭ കണ്ടിട്ടും അധികാരമോഹത്താൽ പൃഥ്വി നിരസിച്ചു. അധികാരപീഠം നശിക്കുമെന്നോർത്തിട്ട് പൃഥ്വിയും കൂട്ടരും ദീനിനെതിരായി. ഖാജ മുഈനുദ്ദീൻ തങ്ങൾ പറഞ്ഞെന്ന് പൃഥ്വിരാജനെ നാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ സൈന്യത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നീട് മുഈനുദ്ദീൻ വാക്കും പുലരുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബിഐദീന. പൃഥ്വിരാജനും ശിഹാബുദ്ദീൻ ഗോറിയും തമ്മിൽ കഴിഞ്ഞ മുൻ കഠിനമാം യുദ്ധത്തിൽ ശിഹാബുദ്ദീൻ ഗോറിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവസരത്തിനായി ഗോറിയും കാക്കുന്നു. സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറിയും കാണുന്നു സ്വപ്നത്തിൽ ഖാജ മുഈനുദ്ദീൻ തങ്ങളെ. ഖാജ മൊഴിയുന്നു, ഓ ശിഹാബുദ്ദീൻ എന്നോരെ, ഇന്ത്യൻ അധികാരം റബ്ബ് നൽകിയിട്ടുണ്ട്. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബിഐദീന. ഉറക്കമുണരുവിൻ വേഗത്തിൽ പോയിട്. ഉറക്കമുണർന്നപ്പോൾ ഗോറി ചിന്തിക്കുന്നു. സ്വപ്നവ്യാഖ്യാതാക്കൾ ദർബാറിൽ എത്തുന്നു. വിജയം ഉറപ്പെന്ന് അവരും മൊഴിയുന്നു. പൃഥ്വിരാജൻ
മുമ്പിൽ വാദിക്കുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. ഖാജ മുഈനുദ്ദീൻ വാക്കും പുലരുന്നു. മുഈനുദ്ദീൻ സവിധത്തിൽ ഗോറിയും എത്തുന്നു. അഭിവാദ്യം അർപ്പിച്ചും അനുഗ്രഹം വാങ്ങിയും സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറി മടങ്ങുന്നു. ഡൽഹിയിൽ ഭരണത്തിൽ വന്ന ശിഹാബുദ്ദീൻ മതസൗഹാർദ്ദം നിലനിർത്തി ഭരിക്കുന്നു. അജ്മീരിൽ ഖാജ സവിധത്തിൽ ഗോറിയും വന്ന് ഖാദിമായി ബൈഅത്ത് ചെയ്യുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. സുൽത്താൻ ഗോറിയുടെ ഭരണം നിലനിന്നു. ഏറെ സ്ഥലങ്ങളും ഗോറി ഭരിച്ചെന്ന്. കുതുബുദ്ദീൻ ഐബക്കിൽ ഭരണം ഏൽപ്പിച്ചിട്ട് ശിഹാബുദ്ദീൻ ഗോറി തൻ നാട്ടിൽ തിരിച്ചുപോയി. ഇന്ത്യയിൽ സത്യമതത്തിൻ പ്രഭയെങ്കും ഖാജ മുഈനുദ്ദീൻ തങ്ങൾ പരത്തുന്നു. അജ്മീറിൽ എത്തുന്ന ആശിഖീങ്ങൾക്കെല്ലാം ആത്മീയ ചൈതന്യം ഏറെ ലഭിക്കുന്നു. അഗതികൾക്കായുള്ള ലങ്കർ അന്നും ഇന്നും പുണ്യമാം സവിധത്തിൽ നിന്നും ലഭിക്കുന്നു. ഹാജത്തുകൾക്കായി നാനാമതസ്ഥരും ഗരീബ് നവാസിന്റെ ചാരത്തണയുന്നു. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. വ്യസനത്താൽ അജ്മീരിൽ എത്തുന്നോർക്കെല്ലാവർക്കും വ്യസനങ്ങൾ മാറി സലാമത്തായി കിട്ടുന്നു. റിയാളകൾ വീടാനായി ഖാജ സവിധത്തിൽ അണയുന്നവർക്കെല്ലാം അനുഭൂതി ലഭിക്കുന്നു. അവരുടെ റഹ്മത്തിൻ നോട്ടം ലഭിച്ചോർക്ക് അതിനാൽ വലിയ വിലായത്തും കിട്ടുന്നു. ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ ഖാജ മുഈനുദ്ദീൻ മുരീദായി കൊള്ളുവിൻ. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. അവരെ മുരീദായി കഴിഞ്ഞവർക്കെല്ലാവർക്കും ആഖിറം നന്നായി കിട്ടുമെന്നോർക്കണേ. ഖാജ മുഈനുദ്ദീൻ തങ്ങളെ ശഫാഅത്തിൽ കൂട്ട് സുബർക്കത്തിൽ റബ്ബൽ ആലമീനെ. എന്നെയും എന്നോടെ ഉമ്മയും ബാവയും അറിവെ പഠിപ്പിച്ച ഉസ്താദന്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും ഖാജ ശഫാഅത്തിൽ ചേർക്കണം നീ അല്ലാഹ്. റളിയ ഇലാഹൂന അൻ ഔസി കുതുബീന ഖാജ മുഈനുദ്ദീൻ ഖുദ്നാ ബി ഐദീനാ. ഖാജ മുഈനുദ്ദീൻ ബർക്കത്ത് കിട്ടുവാൻ അവരെ പുകഴ്ന്നോരു മദ്ഹുകൾ
ബർക്കത്തിൽ കാട്ട് സുബ